സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓരോ ആസിഡുകളുടെയും ബേസിസിറ്റി പറഞ്ഞിട്ടാണ് നിർത്തിയത്. സോ ആസിഡുകൾ 3 തരം ബേസിസിറ്റി ഉള്ളവരുണ്ട്. മോണോ ബേസിക് ആയിട്ടുള്ള ആസിഡുകളുണ്ട്, ഡൈ ബേസിക് ആയിട്ടുള്ളവരുണ്ട്, ട്രൈ ബേസിക് ആയിട്ടുള്ളവരുണ്ട്. സോ എന്താണ് ബേസിസിറ്റി? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത്. ഓക്കെ, നമ്മൾ ഒരു മോളിക്യൂൾ ഇപ്പോൾ കുറച്ച് ആസിഡ് എടുത്ത് അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു മോളിക്യൂള് ആസിഡ് ഇപ്പോൾ HCl ആണെങ്കിൽ HClൻ്റെ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ HCl എത്ര ഹൈഡ്രജൻ അയോണിനെ റിലീസ് ചെയ്യുന്നുണ്ട്, അതാണ് അതിൻ്റെ ബേസിസിറ്റി. ഇപ്പോൾ HCl ഒരു ഹൈഡ്രജനെയാണ് റിലീസ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ബേസിസിറ്റി 1. അപ്പോൾ ബേസിസിറ്റി 1 ഉള്ള ആസിഡുകളെ നമ്മൾ മോണോ ബേസിക് ആസിഡ് എന്ന് പറയുന്നു. സോ HClഉം HNO3യും ഇവ രണ്ടും ഒരു ഹൈഡ്രജൻ അയോണിനാണ് റിലീസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മോളിക്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ. സോ ഇവരെല്ലാം മോണോ ബേസിക് ആസിഡാണ്. അതേസമയം ഡൈബേസിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഡിസോൾവ് ചെയ്താൽ 2 ഹൈഡ്രജൻ അയോണിനെ റിലീസ് ചെയ്യുന്നു. സോ അവരുടെ ബേസിസിറ്റി 2 ആണ്. സോ ഡൈബേസിക് ആസിഡ് എന്ന് പറയുന്നു. ഇവിടെ H2CO3 കാർബോണിക് ആസിഡാണ്. അതുപോലെ H2SO3 എന്ന് പറയുമ്പോൾ സൾഫ്യൂറസ് ആസിഡ്, അത് ഡൈബേസിക് ആണ്. ദെൻ H2SO4 സൾഫ്യൂറിക് ആസിഡ്, അതും ഡൈബേസിക് ആസിഡാണ്. 2 ഹൈഡ്രജൻ അയോണെയാണ് അവർ ഡിസോൾവ് ചെയ്യുന്നത് വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ ട്രൈബേസിക് ആസിഡോ അവരുടെ ബേസിസിറ്റി എത്ര ആയിരിക്കും? 3 ആണ്. എന്ന് വെച്ചാൽ 3 ഹൈഡ്രജൻ അയോണിനെ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ H3PO4 എന്ന് പറഞ്ഞാൽ ഏതാ ആ ആസിഡ്? ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ബേസിസിറ്റി, ആസിഡുകളുടെ ബേസിസിറ്റി നോക്കുമ്പോൾ. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇവിടെ നോക്കൂ, ഇതെന്താ വന്നത്? സോഡ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോഡ വാട്ടറാണ് അല്ലേ? ദെൻ കണ്ടോ, സോഡ വാട്ടറാണ് കേട്ടോ. ദെൻ നമ്മൾ കഴിച്ചിട്ടുണ്ട് ലെമൺ സോഡയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്, നമുക്ക് നല്ല ഇഷ്ടം. അതുപോലെ കൂൾ ഡ്രിങ്ക്സുകൾ, പെപ്സി, കൊക്കോകോള, സ്പ്രൈറ്റ്, അങ്ങനത്തെ ഒരുപാട് നമ്മൾ കഴിച്ചിട്ടുണ്ട്, നമുക്ക് വളരെ ഇഷ്ടമാണ്. ഇനി ഇവരെ നമ്മൾ ഇവരുടെ ഇപ്പോൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ബാക്കിൽ ഒരു സ്ലിപ്പ് ഉണ്ടാവും, അത് എടുത്തു കഴിഞ്ഞാൽ സ്റ്റിക്കറിൽ അവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതിയിട്ടില്ല, അതിലുണ്ടാവും കാർബണേറ്റഡ് വാട്ടർ എന്ന്. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാർബണേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് കാർബണേറ്റഡ് വാട്ടർ? ഇതപ്പോൾ നമുക്ക് നോക്കാം, ഈ സോഡ വാട്ടർ എന്താ, ഈ കാർബണേറ്റഡ് വാട്ടർ എന്താണെന്നൊക്കെ. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഹൗ കെൻ വി മേക്ക് സോഡ വാട്ടർ? എങ്ങനെയാണ് നമ്മൾ ഈ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്? എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ സോഡ വാട്ടർ? സോഡ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഈ സോഡ വാട്ടറും അതുപോലെ കൂൾ ഡ്രിങ്ക്സൊക്കെ അല്ലേ? സോ എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്? കണ്ടോ, അതൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു തരിപ്പ് ഉണ്ടാവുന്നില്ലേ? സോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സോഡ വാട്ടർ, അതിന് നമുക്ക് അല്ലെങ്കിൽ സ്പാർക്ക്ലിംഗ് വാട്ടർ അല്ലെങ്കിൽ സെറ്റ് വാട്ടർ എന്നെല്ലാം പറയും. അതെന്താ? അതൊരു പ്ലെയിൻ വാട്ടറാണ്, സാധാ വാട്ടറാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കാര്യമല്ല പറയുന്നത്, വെറും സോഡ വാട്ടറിൻ്റെ മാത്രമാണ് കേട്ടോ. ഈ സോഡ വാട്ടർ എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ വാട്ടറാണ്. ഇൻ ടു വിച്ച് നമ്മൾ സാധാ വെള്ളം, അതിലെന്താ ആഡ് ചെയ്യുന്നതെന്നറിയോ? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഹാസ് ബീൻ ഡിസോൾവ്ഡ് അറ്റ് ഹൈ പ്രഷർ. നമ്മുടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടല്ലോ, ഈ കാർബൺ ഡയോക്സൈഡ് നമ്മൾ സാധാ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യുകയാണ്, അലിയിപ്പിക്കുകയാണ്. അറ്റ് ഹൈ പ്രഷർ, നല്ല ഹൈ പ്രഷർ കൊടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തതിലേക്ക് കാർബൺ ഡയോക്സൈഡ് ഗ്യാസിന് ഇങ്ങനെ കൊടുക്കുകയാണ്, ആഡ് ചെയ്യുകയാണ്. അതാണ് നമ്മുടെ സോഡ വാട്ടർ എന്ന് പറയുന്നത്. കണ്ടോ, സോഡ വാട്ടർ. ഇനി ഈ സോഡ വാട്ടർ ഉണ്ടാക്കുന്ന ഇക്വേഷൻ, ദ ഇക്വേഷൻ ഓഫ് മേക്കിംഗ് സോഡ വാട്ടർ ഈസ് ഗിവൻ ബിലോ. വളരെ സിമ്പിളാണ്. എന്താ? നമ്മുടെ വാട്ടറിലേക്ക് CO2 കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്തായി മാറുന്നു? H2CO3 കാർബോണിക് ആസിഡായി മാറുന്നു. അപ്പോൾ നമ്മൾ ആസിഡാണ് ഈ കുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ, ഓർഗാനിക് ആസിഡാണ്. കണ്ടോ, H2CO3 വാട്ടറിലേക്ക് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആഡ് ചെയ്യുമ്പോൾ അതെന്തായി മാറുന്നു? ഒരു ആസിഡായി മാറുന്നു. H2CO3 കാർബോണിക് ആസിഡ് എന്ന ആസിഡായി മാറുന്നു. അതാണ് നമ്മുടെ സോഡ വാട്ടർ.
ഓക്കെ. സോ അതാണ് നമ്മൾ ഈ സോഡ വാട്ടർ എടുക്കുമ്പോൾ അതിൽ കുറേ ബബിൾസ് കണ്ടിട്ടില്ലേ? ബബിൾസ് ഫോം ചെയ്താൽ നമുക്കറിയാം എന്താ അവിടെ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന്. സോ ആ ഗ്യാസ് ഏത് ഗ്യാസാണ്? CO2, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ട്യൂബിലൊക്കെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബബിൾസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ, അവിടെ ഏതോ ഒരു ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ട് ആണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ സോഡ വാട്ടർ പൊട്ടിച്ച് ഒരു ഗ്ലാസ്സിൽ ഒഴിക്കുന്ന സമയത്ത് കുറേ ബബിൾസ് ഫോം ചെയ്യുന്നില്ലേ? സോ അതിനർത്ഥം അവിടെ ഏതോ ഗ്യാസ് ഉണ്ട് ബബിൾസ് ഫോം ചെയ്താൽ. അപ്പോൾ ആ ബബിൾസിലുള്ള ഗ്യാസ് ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. സോ ഇതാണ് നമ്മൾ സോഡ മേക്കിംഗ് മെഷീൻ. വീട്ടിലൊക്കെ ഇപ്പോൾ പലരുടെയും വീട്ടിലുണ്ടായിരിക്കും സോഡ വാട്ടർ മേക്ക് ചെയ്യുന്ന മെഷീൻ. അതെന്താ വെച്ചാൽ ഈ മെഷീനകത്ത് ഒരു സിലിണ്ടർ ഉണ്ടാവും. ആ സിലിണ്ടർ ഏത് ഗ്യാസാണ് നിറച്ചിട്ടുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നിറച്ചിട്ടുള്ള ഫിൽ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു സിലിണ്ടർ. എന്നിട്ട് അത് ഈ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് ഇതിൽ നമ്മൾ വെള്ളം എടുക്കണം. ആ വെള്ളം എടുത്തിട്ട് ഇതിവിടെ ഇതിന് അടിയിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. വളരെ ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏത് ഗ്യാസാണ് ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇതിലേക്ക് വരുന്നു. സോ നമ്മൾ വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ കടത്തി വിടുന്നു. അപ്പോൾ എന്ത് ആയിട്ട് മാറുക അവിടെ? അത് കാർബോണിക് ആസിഡ്. അതിന് നമ്മൾ എന്താ പറയുക? സോഡ വാട്ടറായിട്ട് മാറുന്നു. ഇങ്ങനെ വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ പാസ് ചെയ്യിക്കുമ്പോൾ അതാണ് സോഡ വാട്ടർ. ഇതാണ് സോഡ വാട്ടർ മേക്കിംഗ് മെഷീനിൻ്റെ പ്രിൻസിപ്പൾ. ഓക്കെ. സോ ഇനി നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാരുടെ അടുത്ത് പറയണം, അമ്മ ഇതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെയാണ് നമ്മൾ ഈ ബോട്ടിൽ എടുത്തിട്ടുള്ള വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ സോഡ വാട്ടർ എന്ന്. ഓക്കെ. ഇനി സോഡ വാട്ടറൊക്കെ നിങ്ങൾ കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിലോട്ട് ഓർക്കണം, സോഡ വാട്ടറിലുള്ള ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. സോ ഇതിനെയാണ് അപ്പോൾ നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്ന കാരണമാണ് നമ്മൾ ഈ കാർബണേറ്റഡ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഒക്കെ ബാക്കിൽ കാർബണേറ്റഡ് വാട്ടർ എന്ന് വെച്ചാൽ സ്റ്റിക്കറിൽ കാർബണേറ്റഡ് വാട്ടർ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിനർത്ഥം എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്തിട്ടുള്ള വാട്ടർ ഉണ്ട് എന്ന്, സോഡ വാട്ടർ. ഓക്കെ. സോ similarly, the equation of a dissolution of SO2 in water is given below. അതുപോലെ നമ്മുടെ വാട്ടറിൽ നേരത്തെ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്ത ഇക്വേഷൻ നമ്മൾ കണ്ടു. ഇവിടെ SO2 സൾഫർ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുന്ന ഇക്വേഷനാണ് H2O + SO2. നേരത്തെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു, ഇവിടെ കാർബണിന് പകരം സൾഫർ ഡൈ ഓക്സൈഡാണിത്. വാട്ടറിൽ ആഡ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? സൾഫ്യൂറസ് ആസിഡ്. സൾഫ്യൂരിക് ആവണമെങ്കിൽ ഇവിടെ 4 വരണമായിരുന്നു. 4 അല്ല, സൾഫ്യൂറസ് ആസിഡാണ് H2SO3. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചു? ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൽ ഇവിടെ നോക്കൂ, ഈ കാർബൺ എന്നുള്ളത് മെറ്റലാണോ അതോ നോൺ മെറ്റലാണോ? മെറ്റൽ എന്ന് പറഞ്ഞപ്പോൾ പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിലേക്ക് ഒന്ന് കണ്ണോടിച്ച് എല്ലാവരും കാർബൺ പീരിയോഡിക് ടേബിളിൻ്റെ ഏത് ഭാഗത്താണ് ഉള്ളത്? റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റിലാണ് ഉള്ളത്. ഏത് ഭാഗത്താണ് ഉള്ളത്? റൈറ്റ് സൈഡിലാണ് ഉള്ളത്. റൈറ്റ് സൈഡിലോട്ട് പോകും തോറും നോൺ മെറ്റാലിക് ആണ്. അപ്പോൾ കാർബൺ എന്നുള്ളത് നമുക്കറിയാം നോൺ മെറ്റലാണെന്ന്. ഓക്കെ. അപ്പോൾ കാർബൺ എന്നുള്ളത് നോൺ മെറ്റലാണ്, നമുക്ക് ഷുവറാണ് നോൺ മെറ്റലാണ് കാർബൺ എന്നുള്ളത്. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ സൾഫറും ഒരു നോൺ മെറ്റലാണ്. സോ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് SO2, CO2, അതുപോലെ സൾഫർ ഡൈ ഓക്സൈഡ് SO2 and NO2, നൈട്രജൻ ഡയോക്സൈഡ് ആർ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ്. നമുക്കറിയാം നോൺ മെറ്റാലിക് ഓക്സൈഡുകളാണ്. കാരണം എന്താ? ഇവിടെ കാർബൺ, അതുപോലെ സൾഫർ, അതുപോലെ നൈട്രജൻ, ഇവരെല്ലാവരും നോൺ മെറ്റൽസ് ആണ്. സോ ഈ നോൺ മെറ്റൽസ് ഓക്സിജൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അവരെന്താ നമ്മൾ വിളിക്കുന്നത്? നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എന്ന്. സോ ഈ കാർബണും സൾഫറും നൈട്രജനും നോൺ മെറ്റലാണ്. അതുകൊണ്ട് അവർ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുമ്പോൾ അവരെ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നു. ജനറലി കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് വിത്ത് വാട്ടർ ആർ ആസിഡിക്. എന്തെങ്കിലും മനസ്സിലായോ? ഇപ്പോൾ ഈ നോൺ മെറ്റാലിക് ഓക്സൈഡുകൾ എന്തുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ, വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ അവരെന്താ നമുക്ക് തരുന്നത്? ആസിഡാണ്. സോ ജനറലി കോമ്പൗണ്ട്സ് അവർ റിയാക്ഷൻ നടന്നിട്ട് അവർ കമ്പൈൻ ചെയ്തിട്ട്
ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ഉണ്ടല്ലോ അത് ആസിഡാണ്. അതിനൊരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടു, ഇവിടെ കണ്ടു, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നോൺ മെറ്റാലിക് ഓക്സൈഡാണ്, കാർബണും ഓക്സിജനും. അപ്പോൾ നോൺ മെറ്റാലിക് ഓക്സൈഡാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ്, നോൺ മെറ്റാലിക് ഓക്സൈഡ് വാട്ടറുമായി ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഫോം ചെയ്തത്? നമ്മുടെ പ്രൊഡക്റ്റ് ആസിഡിക് ആണ്. H2CO3 ഒരു കാർബോണിക് ആസിഡായി മാറി. അപ്പോൾ വാട്ടറും ഒരു നോൺ മെറ്റാലിക് ഓക്സൈഡും തമ്മിൽ കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ആസിഡിക് ആണ്, കാർബോണിക് ആസിഡാണ് തരുന്നത്. അപ്പോൾ ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ SO2 ഒരു നോൺ മെറ്റാലിക് ഓക്സൈഡാണ്. അത് വാട്ടറുമായി കമ്പൈൻ ചെയ്തപ്പോൾ കിട്ടിയ പ്രൊഡക്റ്റ് എന്താ? അതും ഒരു ആസിഡാണ്, H2SO3 സൾഫ്യൂറസ് ആസിഡ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഈ നോൺ മെറ്റാലിക് ഓക്സൈഡുകൾ വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ, വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ തരുന്ന കോമ്പൗണ്ടുകൾ ആസിഡിക് ആണ്, ആസിഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വാട്ടറും നോൺ മെറ്റാലിക് ആസിഡും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഒരു ആസിഡാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സോഡ വാട്ടർ മേക്കിങ്ങിൻ്റെ നമ്മൾ പഠിച്ചു. പിന്നെ പഠിച്ചത് ഈ നോൺ മെറ്റാലിക് ഓക്സൈഡുകളും വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് കോമ്പൗണ്ട് ആസിഡിക് ക്യാരക്ടറാണ്, ഒരു ആസിഡാണ് തരുന്നത്. ഓക്കെ, സോ ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു പുതിയൊരു ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.